നമസ്കാരം. ഗവർണർക്കെതിരെ SFIക്കാർ പ്രതിഷേധം തുടരുന്നു. പക്ഷേ അല്പം മാറി നിന്നാണ് എന്ന് മാത്രം. യാത്രയിൽ ഗവർണറുടെ വാഹനത്തിന് മുന്നിലും പിന്നിലും CRPFിൻ്റെ സുരക്ഷാ വാഹനമുണ്ടെങ്കിലും SFIക്കാർ കരിങ്കൊടി പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ വാഹനത്തിന് അടുത്ത് എത്താതെ ദൂരെ മാറി നിന്നായിരിക്കും പ്രതിഷേധം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കഴിഞ്ഞ ദിവസവും കൊച്ചിയിൽ SFI പ്രവർത്തകർ ദൂരെ മാറി നിന്ന് കരിങ്കൊടി കാണിച്ചു. കൊച്ചി കളമശ്ശേരിയിൽ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് കരിങ്കൊടിയുമായി എത്തിയത്. റോഡരികിൽ സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന ബാനർ കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. സർവകലാശാലകളിലെ സംഘപരിവാർ വൽക്കരണത്തിന് എതിരെയുള്ള SFI പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് എന്നാണ് പറയുന്നത്. CRPF സുരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ മതിയായ മുൻകരുതൽ എടുത്തായിരുന്നു SFIയുടെ പ്രതിഷേധം. അതിനിടെ മുന്നിലും പിന്നിലും CRPF വാഹനം ഗവർണർക്ക് എവിടെ പോയാലും സുരക്ഷാ കവചമൊരുക്കും. ഇതിനൊപ്പം പോലീസിനും നിർണായക ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. രാജ്ഭവനിൽ ഇന്നലെ ചേർന്ന CRPFിൻ്റെയും കേരള പോലീസിൻ്റെയും ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ബാക്കി സുരക്ഷാ പദ്ധതികൾ CRPFും സിറ്റി പോലീസ് കമ്മീഷണറുടെ സംഘവും ചേർന്നായിരിക്കും തീരുമാനിക്കുക. കേരള പോലീസിൻ്റെയും CRPFിൻ്റെയും സംയുക്ത സുരക്ഷയാണ് ഇപ്പോൾ ഗവർണർക്ക് ഏർപ്പെടുത്തുന്നത്. ഗവർണറുടെ ചുറ്റും ഏറ്റവും അടുത്തുള്ള മേഖലയിലെ സുരക്ഷയാണ് CRPFിൻ്റെ നിയന്ത്രണത്തിലാവുക. യാത്രാ റൂട്ട്, പൈലറ്റ് വാഹനം, യോഗസ്ഥലത്തെ സുരക്ഷ എന്നിവയൊക്കെ കേരള പോലീസിൻ്റെ ചുമതലയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മാത്രമേ CRPF അവിടെ ഇടപെടൂ. എന്നാൽ പ്രതിഷേധം അതിരുവിടുന്ന സാഹചര്യമുണ്ടായാൽ ഇതെല്ലാം മാറിമറിയും. CRPF സമ്പൂർണ്ണ സുരക്ഷാ ഭാവിയിൽ ഏറ്റെടുക്കാനും സാധ്യത ഏറെയാണ്. സർവകലാശാലകളിലെ സംഘപരിവാർ വൽക്കരണം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന നിലപാടാണ് SFI ഇപ്പോഴും സ്വീകരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വലിയ പ്രകോപനമുണ്ടാക്കാതെ ചെറിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. സ്ഥലത്തെത്തിയ പോലീസ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ല. അറസ്റ്റ് ചെയ്യും എന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് കരിങ്കൊടി കാണിച്ച ശേഷം അവർ മടങ്ങിപ്പോയി. ഗവർണർ തിരിച്ചു പോകുന്നതിനിടെ വീണ്ടും SFI പ്രവർത്തകർ റോഡരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ചു. റോഡിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധം SFI ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു. കൊല്ലത്ത് ചെയ്തതുപോലെ വാഹനത്തിൽ നിന്നിറങ്ങാനോ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രോശത്തിനോ ഗവർണറും കൊച്ചിയിൽ തുനിഞ്ഞില്ല. CRPFിൻ്റേതടക്കം കനത്ത സുരക്ഷാ വലയമാണ് ഉണ്ടായിരുന്നത്. Z+ സുരക്ഷയുടെ ഭാഗമായി ഗവർണറുടെ വാഹനത്തിന് മുന്നിലും പിന്നിലും CRPF സുരക്ഷാ ഭടന്മാർ സദാസമയം ഉണ്ടാകും. നെടുമ്പാശ്ശേരിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വഴി നീളെ പോലീസായിരുന്നു. കളമശ്ശേരിക്കടുത്ത് മുട്ടത്ത് വെച്ചാണ് ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. പെൺകുട്ടികളടക്കം 40ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു പ്രതിഷേധിക്കാൻ. വൈകിട്ട് തന്നെ കളമശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമായി പ്രവർത്തകർ ഒത്തുകൂടിയിരുന്നു. ഗവർണർ എത്തുമെന്ന് അറിയിച്ചിരുന്ന 7 മണിയോടെ അറസ്റ്റ് ഭീഷണിയുമായി പോലീസെത്തി. പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിനിടെ ഒരു സംഘം മറ്റൊരിടത്ത് വെച്ച് ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശുകയായിരുന്നു. ഗവർണർക്കെതിരെ ശക്തമായ പ്രക്ഷോഭം വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് SFI നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ കൊച്ചിയിലെത്തിയത്.